ഇനി നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊല്ലത്തേക്ക് ക്ഷണിക്കുകയാണ്. മജ്ജ മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കൊല്ലം മതിൽ സ്വദേശിയായ ഒരു 14-കാരൻ. നന്ദകുമാറിൻ്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. വളരെ നിർധന കുടുംബമാണ്, ഒരു മാർഗവുമില്ല. അവിടെ വഴികൾ അടഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ എത്തിയത്. കൊല്ലം അഞ്ചാലുമൂട് ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥി നന്ദകുമാറിനാണ് രക്താർബുദം മറികടക്കാൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത്. ഈ 14-കാരന് 2 മാസത്തിനുള്ളിൽ നടത്തേണ്ട ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 50 ലക്ഷം രൂപയാണ് വേണ്ടത്. കൂലിപ്പണിക്കാരായ അച്ഛൻ വിജയകുമാറിനും അമ്മ ധന്യക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ തുക. അവന് വേറൊരു അസുഖം അവനില്ല, അവൻ സാരത്തിലായിരുന്നു. വേറെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു. എൻ്റെ കൊച്ചുപോലെ എല്ലാവരും അവൻ്റെ കഴിയുന്നത് സഹായിക്കണം, അവൻ ഞങ്ങൾക്ക് വേണം. നന്ദകുമാറിനായി ജില്ലാ ശിശുക്ഷേമ സമിതിയും ധനസമാഹരണ വഴികൾ തേടുന്നുണ്ട്. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം ലഭ്യമാക്കാനായി കളക്ടറെ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഷൈൻദേവ് സമീപിച്ച് അനുകൂല സാഹചര്യം ഉറപ്പാക്കി. പക്ഷേ ശസ്ത്രക്രിയയ്ക്കും മറ്റുമുള്ള ഭാരിച്ച തുക സമാഹരിക്കാൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടായേ പറ്റൂ. ഒരു കുറച്ച് നാൾ മാത്രമേ ഇവൻ നെഗറ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോഴേ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കണം. 2 മാസം കൊണ്ട് ഇതെല്ലാം നടക്കണമെന്നാണ് ഡോക്ടർ നമ്മുടെ അടുത്ത് MBR കോഴിക്കോട് MBR ഹോസ്പിറ്റൽ ഡോക്ടറും അമൃത ഹോസ്പിറ്റൽ ഡോക്ടറും നമ്മുടെ അടുത്ത് പറഞ്ഞ അങ്ങനെയാണ്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ് നന്ദകുമാർ. ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നന്ദകുമാറും കുടുംബവും. കൊല്ലം. നന്ദകുമാർ നിങ്ങളുടെ സഹായം തേടുകയാണ്. സുമനസ്സുകൾ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. ഇതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബാങ്ക് ഡീറ്റെയിൽസ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഇത് കൂടാതെ യൂട്യൂബിൻ്റെ നമ്മുടെ 24news.com യൂട്യൂബ് പേജിലും ഇത് പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ ഈ നന്ദകുമാറിനെ സഹായിക്കുക. കാരണം ഈ 14-കാരൻ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറക്കട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.